പോപ്പ് സംഗീത ലോകത്തെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജി ഡ്രാഗൺ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇത്തവണ തന്റെ പുതിയ സംഗീത ആൽബം കൊണ്ടല്ല, മറിച്ച് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന വ്യാജ വാർത്തകളും പരിഹാസങ്ങളും പ്രചരിപ്പിച്ചവർക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച കടുത്ത നിയമ നടപടിയാണ് ചർച്ചയാകുന്നത്. ഏകദേശം 100ഓളം ഓൺലൈൻ ട്രോളർമാർക്കെതിരെയാണ് ജി ഡ്രാഗൺ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. കെ-പോപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിയമ പോരാട്ടങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ായിട്ട് വിവിധ ഓൺലൈൻ കമ്മ്യൂണിറ്റികളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ജി ഡ്രാഗണെ ലക്ഷ്യമിട്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നിരുന്നു. വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, അടിസ്ഥാനരഹിതമായ മയക്കുമരുന്ന് ആരോപണങ്ങൾ, കുടുംബത്തെ അധിക്ഷേപിക്കൽ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ആദ്യം ഇതിനെയെല്ലാം അവഗണിച്ചുവെങ്കിലും ആക്രമണം അതിരുകടന്നതോടെയാണ് തന്റെ നിയമസംഘമായ ഗാലക്സി കോർപ്പറേഷനുമായി ചേർന്ന് അദ്ദേഹം നിയമ നടപടിയിലേക്ക് നീങ്ങിയത്. താരത്തിന്റെ പ്രതിച്ഛായ മോശമാക്കാൻ മനഃപൂർവ്വം ശ്രമിച്ച 100ഓളം വ്യക്തികളെയാണ് പോലീസിന്റെ സഹായത്തോടെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇവരിൽ പലരും വ്യാജ ഐഡികളിലൂടെയാണ് അധിക്ഷേപങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച ജി ഡ്രാഗണിന്റെ അഭിഭാഷകർ കുറ്റക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാനനഷ്ടം, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാധാരണയായിട്ട് ഇത്തരം കേസുകളിൽ പ്രതികൾ മാപ്പുപേക്ഷയുമായി വരാറുണ്ട്. എന്നാൽ ഇത്തവണ യാതൊരുവിധ ഒത്തുതീർപ്പിനും ജി ഡ്രാഗൺ തയ്യാറല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന മറ്റ് കെ-പോപ്പ് ഐഡലുകൾക്കും കലാകാരന്മാർക്കും ഇതൊരു പാഠമാകണം എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അജ്ഞരായി ഇരുന്നു കൊണ്ട് ആരെയും എന്തും പറയാമെന്ന ചിന്തയ്ക്ക് അന്ത്യം കുറിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഏജൻസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ജി ഡ്രാഗണിന്റെ ഈ നീക്കം ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടി. പലപ്പോഴും കെ-പോപ്പ് താരങ്ങൾ കടുത്ത സൈബർ ബുള്ളിങ്ങിനും മാനസിക സമ്മർദ്ദത്തിനും ഇരയാകാറുണ്ട്. ഇതിനെതിരെ ഒരു സൂപ്പർ താരം തന്നെ രംഗത്തിറങ്ങുന്നത് ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. സോഷ്യൽ മീഡിയയിലെ ക്രിയാത്മകമായ വിമർശനങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ തിരിച്ചറിയണമെന്നാണ് ഈ കേസ് നൽകുന്ന സന്ദേശം. നിയമ പോരാട്ടങ്ങൾക്കിടയിലും തന്റെ സംഗീത ജീവിതത്തിൽ അദ്ദേഹം സജീവമാണ്. നീണ്ട ഇടവേളകൾക്ക് ശേഷം പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ പുതിയ ട്രാക്കുകൾ ചാർട്ടുകളിൽ ഒന്നാമതാണ്. തന്റെ കരിയറിലെ ഈ നിർണായക ഘട്ടത്തിൽ തനിക്ക് ലഭിക്കുന്ന പിന്തുണയ്ക്ക് ആരാധകരോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.